ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഫൈലിലേക്ക് സ്വാഗതം. ജയസൂര്യ മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഒരു ആക്ടറാണ്. ഒരുപാട് നല്ല സിനിമകൾ, വ്യത്യസ്തമായ സിനിമകൾ, മലയാളത്തിലെ ചെറിയൊരു കമലഹാസൻ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു കളിയാണ് പുള്ളി ഫോളോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരുപാട് നല്ല സിനിമകൾ അത് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ഹിറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ജയസൂര്യ എന്ന് പറഞ്ഞ വ്യക്തി സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാണ്ട് സിനിമയിലേക്ക് എത്തിപ്പെട്ട വ്യക്തിയാണ്. ഏകദേശം 20 വയസ്സിലൊക്കെയാണ് സിനിമയിലേക്ക് വരുന്നത്. ഉമ്മപ്പടിന് ഉരിയാടപ്പയ്യലാണ് പുള്ളി ഹീറോ ആയിട്ട് സിനിമയിലേക്ക് എത്തിപ്പെട്ടത്. ആ സമയത്ത് തന്നെയാണ് ഇന്ദ്രിയത്ത്, പൃഥ്വിരാജൊക്കെ സിനിമ വരുന്നത്. അവരും ഏകദേശം സെയിം പ്രായമാണ്. സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും 20 വയസ്സിൽ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ്. കാരണം അത് നല്ല ഏജാണ് 20 വയസ്സ്. പുള്ളി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് സിനിമ അന്വേഷിച്ച് നടന്നപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ആ ഒരു ഭാഗ്യം വന്നു ചേർന്നു. എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. അപ്പൊ ആ സമയത്ത് വിനയനെ പോലെ ഒരു ഡയറക്ടറൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരെ പോലെയുള്ള നടന്മാരൊക്കെ പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നീട് ഇവരൊക്കെ വലിയ താരങ്ങളായി മാറിക്കഴിഞ്ഞപ്പോൾ വിനയനെ പോലെയുള്ള ഡയറക്ടേഴ്സിനെയൊക്കെ മറന്നത് ചരിത്രം. അത് പോട്ടെ, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. നമ്മുടെ ചർച്ചാ വിഷയം ജയസൂര്യയാണ്. അപ്പൊ ജയസൂര്യ മലയാള സിനിമയിൽ അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടനായി വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും. പുള്ളി ഭയങ്കര തത്വങ്ങളൊക്കെ പറയും, ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കും, ഭയങ്കര ഫിലോസഫി ഒക്കെ പറഞ്ഞ ആളാണ്. പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഇന്റർവ്യൂവിൽ കണ്ടാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഭയങ്കര ചേഞ്ചസ് ആണ്. പുള്ളി ഒരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ടീം പുള്ളിനെ ഗ്രൂം ചെയ്തിട്ട് വരുന്നവരെ നമുക്ക് തോന്നാറുണ്ട്. ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ. അത് ഓക്കെ, സിനിമയിൽ വന്നു, നമ്മുടെ പ്രൊഫൈല് മാറി, അപ്പൊ നമ്മുടെ സംസാര രീതികൾക്ക് മാറ്റം ഉണ്ടാവണം. നമ്മൾ പഴയ ജയസൂര്യ അല്ലെ പഴയ മരട് ജയനാവാൻ പാടില്ല. നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചിരിക്കുന്നു എന്നൊരു തിരിച്ചറിവിൽ കുറച്ച് പ്രൊഫഷണലൊക്കെ ആയിട്ട് നടക്കുന്ന തെറ്റൊന്നുമില്ല. അങ്ങനെ പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പുള്ളി റിയൽ ജയസൂര്യ അല്ല ഇന്റർവ്യൂസിലൊക്കെ. പുള്ളി ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ജയസൂര്യയെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ജയസൂര്യയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ ശ്രമിച്ചു. അപ്പൊ പുള്ളിയുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങളുണ്ടോ അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നിനെ കുറിച്ച് വ്യക്തമായ ഒരു പിക്ചർ കിട്ടുന്നില്ല. നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പോയി സെർച്ച് ചെയ്യുമ്പോൾ ജയസൂര്യയുടെ ഫാദർ, മദറിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഫോട്ടോസ് പോലും എവിടെയും കിട്ടാനില്ല. അത് എന്തുകൊണ്ടായിരുന്നു? അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടായിരിക്കും അപ്പൊ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചതിനാ? എന്തുകൊണ്ട് ഒരു ഫോട്ടോ പോലും കിട്ടുന്നില്ല? ഇപ്പൊ ജയസൂര്യയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാദർ മദർ എന്നൊക്കെ വലിയ നമ്മള് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ വരുന്ന ഫോട്ടോസ് ഒക്കെ ജയസൂര്യയുടെ ഭാര്യയുടെ കുടുംബക്കാരെയാണ്. അവരുടെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അവരുടെ ഭാര്യയുടെ അനിയത്തെ കല്യാണമൊക്കെ കൈ പിടിച്ചുകൊണ്ട് ജയസൂര്യ വരുന്ന ഭയങ്കര വീഡിയോസ്, ഗ്രാൻഡ് ഫോട്ടോസ് എല്ലാം. ജയസൂര്യയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫിന്റെ ഫാമിലിയാണ് കൂടുതലും കാണിക്കുന്നത്. സ്വന്തം ഫാമിലി എവിടെയും കാണിക്കുന്നില്ല, ഒരു ഫോട്ടോസ് പോലും ഇല്ല. എന്തുകൊണ്ടായിരിക്കും ജയസൂര്യയുടെ സ്വന്തം ഫാമിലിയെ മറച്ചു വെച്ചത്? അച്ഛനെ അമ്മേനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തിനായിരിക്കും പുള്ളി മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളിപ്പോ കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച് സിനിമയിൽ എത്തിപ്പെട്ടു, സിനിമയിൽ ഒരു നല്ല പൊസിഷൻ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാറ്റസ് ലെവലിനനുസരിച്ച് നമ്മുടെ പേരൻസ് മാറിയില്ലേ പോലും അവരെ കൈപിടിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് മക്കളെല്ലാവരും. പിന്നെ എല്ലാ പേരൻസും നല്ലവരാണെന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാവും. ഒരു പക്ഷെ ആ പോരായ്മകൾ എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസിന് ചേരുന്നതല്ല, അല്ലെങ്കിൽ ഒരു 10 പേരെ മുന്നിൽ ഇവരെ പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളവർക്ക് തോന്നലാകൊണ്ടാവാൻ അറിയത്തില്ല. ജയസൂര്യയുടെ അച്ഛനെയും അമ്മേനെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെ ചെന്നാലും ജയസൂര്യയുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർക്കും അറിയത്തില്ല. അപ്പൊ നമ്മള് സിനിമയിൽ വന്നു, വലിയ താരങ്ങളായി മാറി, നമ്മുടെ ഐഡന്റിറ്റി മാറുന്നില്ല. ജയസൂര്യ ഇപ്പൊ എത്ര വലിയ നടനായി മാറിയാലും, ജയസൂര്യ ഇപ്പൊ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, ജയസൂര്യയുടെ ഭാര്യ വീട്ടുകാരുടെ കൂടെ എത്ര ഫോട്ടോസ് എടുത്താലും ജയസൂര്യ എന്ന് പറയുന്ന ആ DNA ആ അച്ഛനും അമ്മയും വേറെയാണ്. അത് എന്തൊക്കെ പോയാലും നമ്മുടെ റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞത് ആ ഒരു 2 വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അവരൊരിക്കലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് റിയാലിറ്റിയാണ്. അപ്പൊ ആ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ ചേർത്തുകൊണ്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പറയാൻ കാരണം, പല ഇന്റർവ്യൂവിലും വന്ന് പേരന്റിങ്ങിനെ കുറിച്ചും മക്കളെ നോക്കേണ്ട രീതികളും മക്കള് പേരൻസിനെ നോക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജയസൂര്യ. അങ്ങനെയുള്ള ജയസൂര്യ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലും അതൊന്ന് പ്രായോഗികത്തിൽ കൊണ്ടുവരുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പൊ എന്റെ വീഡിയോ ചെയ്തുകൊണ്ട് നാളെ ജയസൂര്യ അച്ഛനമ്മേനെ മുന്നോട്ട് കൊണ്ടുവരുന്നല്ല, പക്ഷെ പുള്ളി എന്തോ ഭയക്കുന്നുണ്ട്. അവരെ പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുള്ളി എന്തോ ഭയക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് എന്താ പറയുക, പുള്ളി പെട്ടെന്ന് സിനിമയിലെത്തി, നല്ല പ്രായത്തിൽ സിനിമയിലെത്തി, സിനിമയിൽ വലിയ താരമായി മാറിയപ്പോൾ അതിനൊപ്പം വളരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ ഒരു പഴയ ഒരു ലോക്കൽ സെറ്റപ്പിലുള്ള പേരൻസ് ആണെന്നുള്ള തിരിച്ചറിവിൽ നിന്നായിരിക്കും അവർ പക്ഷെ അവരെ അവോയ്ഡ് ചെയ്യാൻ തോന്നുന്നു. ഇപ്പൊ ജയസൂര്യ നടനാണ്, സമ്പത്തുണ്ട്, ജയസൂര്യക്കും മക്കളുണ്ട്. ഈ കാലം എല്ലാത്തിനും ഒരു കണക്ക് വെക്കുന്ന പറഞ്ഞ പോലെ ജയസൂര്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് പുള്ളിക്ക് നേരെയുള്ള അലിഗേഷൻസ്, ആരോപണങ്ങളൊക്കെ കണ്ടപ്പോൾ പഴയ ജയസൂര്യ അല്ല. ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ജയസൂര്യ സംസാരിക്കാൻ പോലും ഭയപ്പെടുകയാണ്, ക്യാമറയെ അഭിമുഖീകരിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മൾ ചെയ്തു വെച്ച എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കർമ്മഫലം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്നു ചേരും. ഇത്
അങ്ങനെ വന്നു ചേർന്ന് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ആരുടെയൊക്കെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഫലം നമ്മൾ അനുഭവിക്കാണ്ട് ഇവിടുന്ന് പോകില്ല. അതിപ്പോ എത്ര വലിയ ആക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ലോകം കീഴടക്കി എത്ര വലിയ സമ്പന്നാണെങ്കിൽ പോലും അത് അനുഭവിക്കേണ്ട സിറ്റുവേഷൻ അനുഭവിച്ചല്ലേ പോകും. അപ്പൊ അത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ജയസൂര്യ ഇനിയെങ്കിലും ഒരു തിരിച്ചറിവുണ്ടാകുന്ന നല്ലതായിരിക്കും. നമ്മൾ ജയസൂര്യ എവിടെ നിന്ന് വന്നു എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും ജയസൂര്യ ഉണ്ടാകും. തിരിച്ചാ ലൈഫിലേക്ക് പോകണം എന്ന് പറയുന്നില്ല, നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ ആ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കൂടെ സഞ്ചരിച്ച ആൾക്കാരെ കൂടെ ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ആ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അപ്പൊ ജയസൂര്യ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. താൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന തന്റെ മാതാപിതാക്കളെ തന്നോടൊപ്പം തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എത്രത്തോളം നമ്മൾ ഭാര്യ വീട്ടുകാരിയോ ഭാര്യ മാതാവിനെയോ പിതാവിനെയൊക്കെ നമ്മൾ കൂടെ ചേർത്താലും അവരുടെ ഫോട്ടോസും അവരുടെ കൂടെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാലും നമ്മുടെ ഒറിജിൻ എന്നുള്ള സംഭവമുണ്ട്, നമ്മൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് അത് എപ്പോഴും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പേരൻസിന് കുറ്റങ്ങൾ ഉണ്ടാവാം, പോരായ്മകൾ ഉണ്ടാവാം, അവർക്ക് ഒരു പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് പൊരുത്തപ്പെടാൻ പറ്റാത്തതുണ്ടാവാം, അവരുടെ വിദ്യാഭ്യാസ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാം. പക്ഷെ അതൊക്കെ നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. കാരണം നമ്മൾ വന്നത് അവിടെ നിന്നാണെന്ന് തിരിച്ചറിവുണ്ടാവണം. ഇത് ഞാൻ ഫിലോസഫി പറഞ്ഞല്ല, പക്ഷെ ജയസൂര്യയുടെ ഈ കുറെ സിനിമകൾ നല്ലതാണ്, നല്ല വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല ആക്ടറൊക്കെയാണ്. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. എനിവേ ഇതിനൊക്കെ ജയസൂര്യക്ക് ഒരു ഉത്തരവ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ഹൈഡ് വെച്ചത്. എന്ത് തന്നെ ആയാലും പുറമേ ഒരു പ്രേക്ഷകർ എന്ന രീതിയിൽ നോക്കി കാണുമ്പോൾ ഇതൊരു തെറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മോശം സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുവരെ ഉണ്ടാക്കി വെച്ചിരുന്ന പേരുകളൊക്കെ പേരുദോഷങ്ങളായി മാറിയ ഒരു അവസ്ഥയാണ്. അപ്പൊ ഇനി റിയലൈസ് ചെയ്ത് ഒന്ന് മാറി ചിന്തിക്കാൻ ജയസൂര്യക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ സെറ്റ് വരെ ബൈ.